സംസ്ഥാനത്ത് സെൻസസിന്റെ രണ്ടാം ഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്നലെ രാത്രിയോടെ അവസാനിച്ചിരുന്നു. ഇന്ന് ഓരോ പ്രദേശത്തെയും കെട്ടിടങ്ങളുടെയും അവിടെ താമസിക്കുന്ന ആളുകളുടെയും കണക്കെടുപ്പിനാണ് തുടക്കമായിരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചവരിൽ അവർക്ക് ലഭിച്ച കോഡ് നമ്പർ ഉദ്യോഗസ്ഥർക്ക് നൽകിയാൽ മതി. സെൽഫ് എന്യൂമറേഷൻ ഏറ്റവും അധികം പൂർത്തിയാക്കിയത് എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും കുറവ് ആളുകൾ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയത് ഇടുക്കി ജില്ലയിൽ. സെൻസസ് നടപടികളുടെ ഭാഗമായിട്ടുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയം ഇന്നലെ കഴിഞ്ഞിരുന്നു. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പെരിന്തൽമണ്ണയിലാണ്. ഇവിടെ സെൻസസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മോടൊപ്പം നഗരസഭാ സെക്രട്ടറി അടക്കമുള്ളവരും അതേപോലെ ഉദ്യോഗസ്ഥരൊക്കെ ചേരുന്നുണ്ട്. ഡയറക്റ്റായിട്ട് അവരുടെ ഓരോ വീടുകളിൽ നമ്മൾ കയറി എന്യൂമറേഷൻ നടത്തുകയാണ്. ഇപ്പം ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തുടക്കം കുറിക്കുകയാണ് ഇന്ന് ഇവിടെ. ഇതിപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്തവർക്ക് പിന്നെ നമ്പർ കൊടുത്താൽ മാത്രം? അതെ, ആ സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ നമുക്കൊരു നമ്പർ വന്നിട്ടുണ്ടാവും. ആ നമ്പർ അവർ വരുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് ആ നമ്പർ കയറുമ്പോൾ തന്നെ അവരിതെല്ലാം ചെയ്തിട്ടുണ്ടാവും. വെരിഫൈ ചെയ്ത് അവർ ഓക്കെ ചെയ്താൽ മാത്രം മതി. 34 എണ്ണവും നമ്മൾ ലൈവായിട്ട് തന്നെ ഈ സൈറ്റിൽ കയറി ഓരോന്നും ടിക്ക് ചെയ്ത് കൊടുത്ത് ലൈവാക്കി കൊണ്ടുപോകണം. ഒരു സംശയം, വിദേശത്തുള്ളവരെ ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുമോ? വിദേശമുള്ളവരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ചെല്ലുന്ന ദിവസം ആരാണോ ആ കുടുംബത്തിലുള്ളത്, ഇപ്പം ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഒന്നുമല്ല, അവരിവിടെ താമസമില്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താൻ പാടില്ലെന്നാണ്. അതേ സമയത്ത് വേറെ സ്റ്റേറ്റിലുള്ളവരോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഉൾപ്പെടുത്തിയും വേണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വിദേശത്തുള്ളവരുടെ എണ്ണം നമ്മൾ എടുക്കും, പക്ഷേ വിദേശത്തുള്ളവരുടെ എണ്ണം നമ്മൾ എടുക്കില്ല. ഇല്ല, കാണിക്കില്ല. ഇപ്പൊ വിദേശത്തുള്ളവരെ നമ്മൾ ആ കണക്കിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പൊ ഈ എന്യൂമറേഷൻ എന്ന് പറയുന്നത് ഇന്ന ഒരു ഫിക്സഡ് ഡേറ്റ് ഇടും. ആ ഡേറ്റിൽ ഇവിടെ ഇന്ത്യയിൽ എത്ര ജനസംഖ്യ ഉണ്ടായിരുന്നു എന്നൊരു കണക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പം വിദേശത്ത് ജോലിയായിട്ട് പോയിരിക്കുന്നവരോ അല്ലെ വിദേശത്ത് പോകണമെന്നില്ല, ഈ കേരളം വിട്ട് വേറെ വെളിയിൽ ജോലിയുള്ളവരാണെങ്കിൽ പോലും അവരെ ഉൾപ്പെടുത്താറ്. എന്നിട്ട് അവിടെ ഉൾപ്പെടുത്തും. നടപടിക്രമങ്ങളോട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സെൽഫ് എന്യൂമറേഷന്റെ ആ കണക്ക് കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എറണാകുളം ജില്ലയാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്തതിൽ ഏറ്റവും മുന്നിലുള്ളത്. 2,59,497 പേർ അവിടെ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 1,09,334 തിരുവനന്തപുരത്ത് 1,03,011 തൃശ്ശൂരിൽ 83,790. അങ്ങനെ ഇടുക്കിയാണ് ഏറ്റവും കുറവുള്ളത്. 22,519 പേർ മാത്രമാണ് ഇടുക്കിയിൽ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുള്ളത്. അത് സെൽഫ് എന്യൂമറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ സെൻസസിലെത്തുന്നവർക്ക് അത് അത്രയും വേഗത്തിൽ കണക്കാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഗുണം. പക്ഷേ അതല്ലെങ്കിൽ ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്തതിൽ പിഴവ് പോലും ഈ ഉദ്യോഗസ്ഥർ ഇതുപോലെ എത്തി വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ തിരുത്തി നൽകാനും സാധിക്കും. എന്നാണെങ്കിലും സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായിരിക്കുകയാണ്. ഈ മാസം 31-നകം പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശമാണ് ഇതിന് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ നടപടിക്രമങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞു. അഖിലോട്ട് വർഗൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.